പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായിരുന്ന തിയാഗോ ആൽവസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് തിയാഗോ ആൽവസ്. എന്നാൽ ലീഗിന്റെ ഈ പ്രതിസന്ധികൾ കാരണം കൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുകയായിരുന്നു. താരത്തിനോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അഡ്രെ ലൂണയെ ലോൺ അടിസ്ഥാനത്തിൽ ഒരു ഇന്തോനേഷ്യൻ ക്ലബ്ബിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അയച്ചിരുന്നു. അതിനുശേഷം നോവാസ് ദൌവിയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. തിയാഗോ ആൽവസിനെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് കംബോഡിയൻ പ്രീമിയർ ലീഗിലെ ഒരു ടീമാണ്. മാത്രമല്ല ആ ഒരു ടീമിന് വേണ്ടി തന്നെയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ക്വാമി വെപ്രയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വാർത്ത ISLുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വരാനിരിക്കുന്ന സീസണിലെ ബ്രോഡ്കാസ്റ്റർ, കൊമേഴ്ഷ്യൽ പാർട്ണർ, ഫിക്സ്ചേഴ്സ് എന്നിവ അന്തിമമാക്കുന്നതിന് മുൻപ് ജനുവരി 12 ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ലബ്ബുകൾ അവരുടെ ഹോം മത്സര വേദികളുടെ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കണമെന്ന് AIFF അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ISLന്റെ പുതിയ സീസൺ ആരംഭിക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. അടുത്ത മാസം ഫെബ്രുവരി 14 സീസൺ ആരംഭിക്കുക. ഉടനെ തന്നെ ലീഗുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തു വരുന്നതായിരിക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള കോൾഡോ ഒബീറ്റയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച പുതിയ താരങ്ങളിൽ ഒരാളാണ് കോൾഡോ ഒബീറ്റ. മാത്രമല്ല സൂപ്പർ കപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായിരുന്നു കോൾഡോ ഒബീറ്റ. വരുന്ന ചില റൂമറുകൾ അനുസരിച്ച് കോൾഡോ ഒബീറ്റയും ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് രാവിലെ തൊട്ട് വന്നിരുന്ന റൂമറായിരുന്നു കോൾഡോ ഒബീറ്റ ഒരു ഇന്തോനേഷ്യൻ ക്ലബ്ബിൽ ചേരുമെന്നുള്ളത്. സെമൻ പൻഡാങ് എന്നൊരു ക്ലബ്ബിൽ കോൾഡോ ഒബീറ്റ ജോയിൻ ചെയ്യുമെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ആ ഒരു ക്ലബ്ബ് ഇപ്പോൾ പുതിയൊരു സ്പാനിഷ് സ്ട്രൈക്കറിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കോൾഡോ ഒബീറ്റ ഇന്തോനേഷ്യയിലേക്ക് കൂടുമാറാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം നിലവിൽ വരുന്നുണ്ട്. എന്തായാലും താരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.